സ്ക്രീൻ വിസിബിൾ ആണോ എല്ലാവർക്കും? ഓക്കെ, എല്ലാവർക്കും വിസിബിൾ ആണെന്ന് വിചാരിക്കുകയാണ്. ബാക്കിയുള്ള ഹോസ്റ്റ് സൂരജ് രാഹുൽ എന്തെങ്കിലും ഇഷ്യൂവിനിടയിൽ ഫേസ് ആണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോൺ വിളിച്ചാൽ മതി. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചാറ്റ് കാണാനായിട്ട് പറ്റില്ല. ഓക്കെ, കുറച്ച് ഞാൻ ഷെയർ ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്ക്രീനിലേക്ക് പോവാം ഡൗട്ട് അഡ്രസ് ചെയ്യാനായിട്ട്. ഫൈൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു സെഷൻ, ഈ ഒരു UPSC ഗ്രിഡിന്റെ ഒരു ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് ആണ് അഫയേഴ്സ് ഗ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രൈമർലി ഈ ഗ്രൂപ്പിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് 2025 എക്സാം അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് ടാക്കിൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു പുതിയൊരു അപ്രോച്ചിന്റെ നോവിസ് ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഈ ഒരു പുതിയൊരു നോവലായിട്ടുള്ള ഒരു അപ്രോച്ച് എന്താണ്, ഞങ്ങൾ എന്ത് രീതിക്കാണ് നിങ്ങൾ സെഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പോലെ ഈ അപ്രോച്ചിനായിട്ട് പോകുന്നത്, നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് ആണ് ഇതിനകത്ത് കിട്ടാൻ പോകുന്നത് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പ്യൂർലി അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ബാക്കി കോസ്റ്റ് ഡീറ്റെയിൽസ് ഓക്കെ ആണല്ലോ? ശരി, ഓക്കെ, ഡൺ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം, ഞാനൊന്ന് സ്പ്ലിറ്റ് സ്ക്രീനിലേക്ക് ഒന്ന് പോയി നോക്കട്ടെ ഒരു സെക്കൻഡ്. അതിന് ശേഷം സ്ക്രീൻ വെക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഓക്കെ, സ്പ്ലിറ്റ് സ്ക്രീൻ ഓക്കെ, പിന്നീട് നോക്കാം. എന്താക്കാലത്തേക്ക് തുടങ്ങാം. അപ്പോൾ ലൈക്ക് ഒരു UPSC എക്സാമിൽ എന്താണ് കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്നൊരു കാര്യം. ഓക്കെ, ബേസിക്കലി ഈ സെഷൻ പ്രൈമർലി മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്നത് ഡേറ്റയുടെ ബേസിസിലാണ്. നമ്മളിവിടെ വന്നിരുന്നിട്ട് സീറോ ആയിട്ടുള്ള സ്ട്രാറ്റജി ഇപ്പോൾ നമ്മുടെ മുന്നത്തെ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. നമ്മളൊരു കാര്യം വെറുതെ പറയുന്നതല്ല, വെറുതെ നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാക്കി തരാനായിട്ട് വെറുതെ പറയുന്നതല്ല. കംപ്ലീറ്റ് ആയിട്ട് ഡേറ്റയുടെ ബേസിലാണ് ഞങ്ങൾ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ആ ഡേറ്റ തന്നെയാണ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടത്. പ്ലസ് ഞങ്ങൾ അധികം തരുന്ന ഞങ്ങളുടെ അനാലിസിസിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. അതിനുശേഷമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ചോദിക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു ഇൻസൈറ്റ് നിങ്ങൾ സ്വന്തം ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, സോ അപ്പോൾ എന്താണ് ഞങ്ങൾ ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് അഫയേഴ്സ് UPSC എക്സാമിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഇത് പുതുതായിട്ടുകൾ പറഞ്ഞു തരേണ്ട കാര്യമല്ല, പരീക്ഷയ്ക്ക് എത്രത്തോളം കറണ്ട് അഫയർ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഒരു 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു സെഷൻ ഉദ്ദേശിക്കുന്നത്. പ്രൈമറിലി 2024 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന് മുമ്പ് പറയാതെ എങ്ങനെയുണ്ടായിരുന്നു 2024 പരീക്ഷ, ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു 2024 പരീക്ഷ കമ്പയർ ടു 2023 പരീക്ഷ? എനിക്ക് നിങ്ങളുടെ ചാറ്റ് ഇവിടെ കാണാം, പറഞ്ഞാൽ മതി. എങ്ങനെയുണ്ടായിരുന്നു 2024 എക്സാം കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക്, ഫാക്ട് ബേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക്, ഒരു 2023 ബേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എത്രത്തോളം ടഫായിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം എളുപ്പമായിരുന്നു, ഈസിയർ ആയിരുന്നു? ഓക്കെ, വേറെ കമ്പയർ ടു 2023, 2024 വാസ് ഈസിയർ. ഓക്കെ, വേറെ എനിക്ക് കൂടുതൽ എത്രത്തോളം റെസ്പോൺസ് കിട്ടും അത്രത്തോളം സെഷൻ ഇന്ററാക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഫൈൻ, ഓക്കെ. അപ്പോൾ ഇനീഷ്യലി വന്ന റെസ്പോൺസ് എല്ലാം കുറച്ച് ഈസിയർ ആയിരുന്ന രീതിയിലാണ്. ഫൈൻ, ഞാൻ കുറച്ചൊന്ന് സ്പെസിഫിക് ആക്കാം. 2024 കറണ്ട് അഫയേഴ്സ് പോർഷൻസ് നിങ്ങൾക്ക് എത്രത്തോളം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടഫായിരുന്നു തോന്നിയ കുറേ പോർഷൻസ് 2024 ഉണ്ടായിരുന്നു. കുറേ ഓഡായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് ഓഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, അതായത് UPSC വളരെ ഔട്ട് ഓഫ് ദ ബോക്സ് ചോദിച്ചതായിരുന്നു എന്ന് ആൾക്കാരുണ്ട്. ഓൾ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കുറെ ക്വസ്റ്റ്യൻസ് UPSC ചോദിച്ചത്, അല്ലെങ്കിൽ അത് കറണ്ട് അഫയർ ആയിരുന്നു. എന്താ നിങ്ങളുടെ അഭിപ്രായം? 2024 എക്സാമിന് കറണ്ട് അഫയേഴ്സ് ലിങ്ക് ഒത്തിരി ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം കറണ്ട് അഫയേഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റി? അതാണ് ആ ഒരു ആൻസർ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും. 2024 എക്സാമിന് നിങ്ങൾക്ക് എത്രത്തോളം കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി? പറ്റിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, സ്റ്റാറ്റിക് ലിങ്ക് കറണ്ട് അഫയർ ആയിരുന്നു. ഗുഡ്. ഓക്കെ, ഗുഡ് ഒബ്സർവേഷൻ. വേറെ സ്റ്റാറ്റിക് ലിങ്ക് ആയ കറണ്ട് അഫയേഴ്സ് ആണ്. അഗെയിൻ വെരി ഗുഡ് ഒബ്സർവേഷൻ. ഓക്കെ, വേറെ മോർ റെസ്പോൺസസ്. കുറെ പേര് ഇന്നത്തെ എഴുതിയ ആൾക്കാരുണ്ടാവും എന്ന് എനിക്കറിയാം. ആദ്യത്തെ എഴുതുന്ന ആൾക്കാരല്ല, ഒത്തിരി ആയിരുന്നു. കൺഫ്യൂസിങ് കണ്ടന്റ് ആയിരുന്നു. ഓക്കെ, ഗുഡ്, നല്ല ഒബ്സർവേഷൻസ് ആണ്. കൺഫ്യൂസിങ് കണ്ടന്റ് ആയിരുന്നു. ഫൈൻ. അപ്പോൾ ബേസിക്കലി ഞങ്ങളുടെ ഒരു സെഷന്റെ ഉദ്ദേശം അത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ അതിനകത്ത് ഓൾറെഡി ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. എന്തായിരുന്നു 2024 കറണ്ട് അഫയേഴ്സിന്റെ പ്രത്യേകത? ഓക്കെ, അല്ലെങ്കിൽ 2024 എന്നുള്ളതല്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് UPSC കറണ്ട് അഫയേഴ്സ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചോദിക്കുന്ന കറണ്ട് അഫയേഴ്സിന്റെ നേച്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ബേസിക്കലി നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരിക്കലും ഒരു മാഗസീനിൽ നിന്നോ, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പത്രത്തിൽ നിന്നോ, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കറണ്ട് അഫയേഴ്സ് പുസ്തകത്തിൽ നിന്നോ ഡയറക്റ്റ് ആ ക്വസ്റ്റ്യൻസ് അതുപോലെ എടുത്ത് ചോദിക്കുകയല്ല UPSC ചെയ്യുന്നത് എല്ലാ വർഷവും.
ഒരു വർഷം യു പി എസ് സി അങ്ങനെ ചോദിക്കുന്നില്ല. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് അങ്ങനെ ഡയറക്റ്റ് ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കാം. 2024 വന്നിട്ടുണ്ട്. ഐ ഡോണ്ട് ഡിനൈ ദാറ്റ്. ഒരു ബുക്ക് 2 ബുക്ക് 2024 എസ് ജയശങ്കർ എഴുതിയ ബുക്കിന്റെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അങ്ങനെ തന്നെ ചോദിച്ചതാവാം. ബട്ട് സ്റ്റിൽ മെജോറിറ്റി യു പി എസ് സി കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ടോപ്പിക് പരീക്ഷ ക്വസ്റ്റ്യൻസ് അതിനകത്ത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് മോസ്റ്റ്ലി അത് സ്റ്റാറ്റിക് ടോപ്പിക്കുമായിട്ട് ലിങ്ക് ചെയ്ത് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പല ടഫായിട്ട് തോന്നുന്ന പല സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻസും അതിനൊരു കറണ്ട് അഫയേഴ്സ് ലിങ്കേജ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതാണ് എനിക്ക് കിട്ടുന്ന ഫസ്റ്റ് ഇൻസൈറ്റ്. അതായത് എക്സാമിന് ഒരു സ്റ്റാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് വളരെ ഓടായിട്ട് തോന്നുന്ന സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ പോലും അതിനൊരു കറണ്ട് അഫയേഴ്സ് ലിങ്കേജ് ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പൊ നമ്പർ എടുത്തു വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 30ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു 2024 യു പി എസ് സി എക്സാമിന്. 30ഓളം ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയർ ആയിരുന്നു. 23 എടുത്ത് നോക്കി കഴിഞ്ഞാലും മാറ്റമൊന്നുമില്ല, ഏതാണ്ട് അത്ര തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എല്ലാ വർഷവും ഈ പറഞ്ഞതുപോലെ നമ്മൾ സ്റ്റാറ്റിക് ആണ്. നമ്മൾ പല പ്രാവശ്യം നമ്മൾ ഈ സബ്ജക്ട് വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പല സെഷൻസിലായിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡിസ്കസ് ചെയ്യുമ്പോഴും സ്റ്റാറ്റിക് ആയിട്ട് ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസിന്റെയും പുറകിൽ ഒരു കറണ്ട് അഫയേഴ്സ് ലിങ്കേജ് ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. അങ്ങനെ തന്നെയാണ് യു പി എസ് സി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ഈ ഒരു ഫാക്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഇരിക്കുക. നിങ്ങൾ 2025 മെയിൽ പരീക്ഷ എഴുതാനായിട്ട് പോകുമ്പോൾ, മെയിലാണെങ്കിൽ പരീക്ഷ എഴുതാനായിട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങളുടെ മനസ്സിൽ ആലോചിക്കുക, കറണ്ട് അഫയേഴ്സ് നിങ്ങൾ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു 30% തലവേദന ഒഴിവാകും. അപ്പോൾ ഇതൊരു അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് പഠിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് കറണ്ട് അഫയർ. അത് സ്ട്രോങ് ആക്കി വെച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഒരു 30% ടെൻഷൻ പോയി. ദെൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് തിരിച്ചു ചോദിക്കാൻ, ഞങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും യു പി എസ് സി പരീക്ഷയ്ക്കും ഒത്തിരി മാഗസീൻസ് വായിക്കുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ ഇയർ അലോങ് കറണ്ട് അഫയേഴ്സ് ന്യൂസ് പേപ്പർ വായിച്ചു പോകുന്നുണ്ട്. ഇനി ചില ആൾക്കാരൊക്കെ എനിക്കറിയാം. ഞാൻ പഠിപ്പിച്ച് ഞാനവിടെ ഉണ്ടാകുന്ന സമയത്തൊക്കെ മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്തൊക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ തുടക്കത്തിലേക്ക് 6-7 മണിക്കൂർ എക്സാം മീൻസ് ന്യൂസ് പേപ്പർ വായിക്കായിരുന്നു. പിന്നെ അതൊരു 2 മണിക്കൂറെങ്കിലും എല്ലാ ദിവസവും വായിക്കുന്ന രീതിയിലേക്കായി. ബട്ട് സ്റ്റിൽ എനിക്ക് കറണ്ട് അഫയേഴ്സ് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നില്ല. ഏത് രീതിയിൽ കറണ്ട് അഫയേഴ്സ് ടാക്കിൾ ചെയ്യണം, ഞാൻ എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ആ ചോദ്യങ്ങളിലൂടെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, രാഹുൽ ജോർജ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതാണ് ഒരു ഫാക്ട്. ഈ ഒരു ഫാക്ട് നിങ്ങൾ അതേ മനസ്സിൽ വയ്ക്കുക. അടുത്ത വർഷവും നിങ്ങൾക്ക് ഏതാണ്ട് ഇത്രത്തോളം തന്നെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതിൽ ആസസ് നിങ്ങളൊരു മാഗസീൻ ഇപ്പോൾ ടെസ്റ്റ് സീരീസ് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ടെസ്റ്റ് സീരീസ് വഴി ക്വസ്റ്റ്യൻ എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അല്ലെങ്കിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാഗസീൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അടുത്ത ടെസ്റ്റ് കറണ്ട് അഫയർ ആണെന്നുള്ളതും അല്ലെങ്കിൽ അടുത്ത ടെസ്റ്റ് ഇത്ര കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ ഉള്ളത് കൊണ്ട് നിങ്ങൾ അത്രയും ഫാക്ട് പഠിച്ചിട്ട് പോയി നിങ്ങൾ ആ പരീക്ഷയ്ക്ക് പോയി എഴുതുമ്പോൾ നിങ്ങൾക്ക് കുറേ റിട്ടേൺ കിട്ടും. പക്ഷേ യു പി എസ് സിക്ക് അങ്ങനെയല്ല. യു പി എസ് സിക്ക് ഒരു ഇയർ അറൗണ്ട് ഫ്രീഡം ഉണ്ട്. 100 ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയാൽ മതി. ഈ 100 ക്വസ്റ്റ്യൻസ് അവർക്ക് കറണ്ട് അഫയേഴ്സ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചോദിക്കാം, കറണ്ട് അഫയേഴ്സ് ഏതെങ്കിലും സബ്ജക്റ്റായിട്ട് ലിങ്ക് ചെയ്ത് ചോദിക്കാൻ, എങ്ങനെയാണോ ചോദിക്കാം. അപ്പോൾ അവിടെ നമ്മുടെ കുറച്ചുകൂടി നമ്മുടെ ഡിഫിക്കൽട്ടി ലെവൽ കൂടുകയാണ്. എങ്ങനെ ഈ സ്റ്റാറ്റിക് ടോപ്പിക്കായിട്ട് ലിങ്ക് ചെയ്ത് യു പി എസ് സി ചോദിക്കുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഈ സെഷന്റെ ബേസിക് ആയിട്ടുള്ള ഉദ്ദേശം. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇതിനകത്തൊരു 30ഓളം ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു സെഷനിൽ ഈ 30 ക്വസ്റ്റ്യൻസ് കാണിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അതിന് പകരം ഞാൻ ചില 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഞാൻ ഒരു സെഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു സെഷന്റെ ഉദ്ദേശം മനസ്സിലാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ അറിയാം, പെർഫ്ലൂറോ ആൽക്കൈൽ ആൻഡ് പോളിഫ്ലൂറേ ആൽക്കൈൽ സബ്സ്റ്റൻസസ് PFAS എൻവയോൺമെന്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എത്ര പേര് കറക്റ്റ് ആക്കി എന്ന് പറയാം. എക്സാം എഴുതിയ ആൾക്കാരിൽ എത്ര പേര് ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നി അത് പറഞ്ഞാൽ കറക്റ്റായിട്ട് ആൾക്കാർ പറയേണ്ട. എത്ര പേർക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നി എന്നുള്ളത് പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ആണ്, കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നി എത്ര പേരുണ്ട്. സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. ആൻസർ ചെയ്ത് നോക്കിയതിന് ശേഷം ഉത്തരം പറയരുത്. എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്നുള്ളത് പറയരുത്. എനിക്ക് വളരെ ജെന്യൂൻ ആയിട്ടുള്ള തരണം. ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയ എത്ര ആൾക്കാരുണ്ട്? ഡിഫിക്കൽട്ട് PFA പറ്റിയുള്ള ഈ ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയ എത്ര ആൾക്കാരുണ്ട്? ശരി, ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നി, കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നി, കിട്ടിയ ആൾക്കാരെല്ലാം ഡിഫിക്കൽട്ട് ആയിട്ട് തന്നെയാണ് തോന്നിയത്. ഓക്കെ, കുറെ ഡിഫിക്കൽട്ട് ആയിട്ട് തന്നെയാണ് തോന്നിയത്. ഫൈൻ, ഗുഡ്. അത് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സെഷൻ എനിക്ക് യൂസ്ഫുൾ ആവും. അത് ഈശ്വർ വളരെ ഡിഫിക്കൽട്ട് ആണ്. നിങ്ങൾ എല്ലാവരും പറഞ്ഞു ഡിഫിക്കൽട്ട് എന്നുള്ളത്, എല്ലാവരും പറഞ്ഞു ഡിഫിക്കൽട്ട് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല PFA എന്താണെന്നുള്ളത് അറിയില്ല. ദാറ്റ് ആർ യൂസ്ഡ് ഇൻ മേക്കിംഗ് മെനി കൺസ്യൂമർ പ്രോഡക്ട്സ്. കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഒരു 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഉത്തരം എഴുതാനാണ് PFA പറ്റി ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഫൈൻ. അപ്പോൾ യൂഷ്വലി കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്ത ഒരാൾ അല്ലെങ്കിൽ കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സിന്റെ ഡിമാൻഡ് എന്താണെന്ന് ഫോളോ ചെയ്ത ആൾ, ചില ആൾക്കാർ കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി ഡീപ്പായിട്ട് പോയി ഒരു ടോപ്പിക് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ മേലിൽ വായിച്ചിരുന്ന് ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്ത് പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നു, ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഒരു 30 സെക്കൻഡ് വായിച്ചാൽ മതി. ഓക്കെ, രാഹുൽ ഈശ്വർ പറയുന്ന പോലെ 30 സെക്കൻഡ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ 2 വാക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, എന്താണ് 30 സെക്കൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഹെഡിങ് വായിക്കും. ഇത് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഈ ന്യൂസ് ചുമ്മാ തപ്പിപ്പോയപ്പോഴത്തേക്ക് ഈ ഹിന്ദു ന്യൂസ് ആർട്ടിക്കിൾ കിട്ടി. ആ ന്യൂസ് ആർട്ടിക്കിളിലെ ലിങ്ക് ആണ് ഞാൻ ഇതിനകത്ത് ഇട്ടേക്കുന്നത്.
ഈ ലിങ്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഉത്തരം കിട്ടുമെന്നുള്ളത് നോക്കും. ഹിന്ദുവിൽ വന്നൊരു ന്യൂസാണ്, ചെന്നൈ ബേസ്ഡ് ആണ്, IIT മദ്രാസിലെ സ്റ്റഡിയാണ്. റിവീൽസ് പ്രസൻസ് ഓഫ് 4 other chemicals in Chennai lakes drinking water. Presence of 4 other chemicals in Chennai lakes drinking water. അപ്പോൾ ഈ കീവേഡ്സ് എല്ലാം ഒന്ന് ആലോചിച്ച് വെച്ചേക്കെ. പ്രസൻസ് ഓഫ് 4 other chemicals ചെന്നൈ ലേക്സ് ഡ്രിങ്കിങ് വാട്ടർ. ഈ 4 കീവേഡ് മാത്രം ആലോചിച്ചാൽ മതി. നിങ്ങൾ എൻവയോൺമെന്റിന്റെ ബേസിക് കണ്ടന്റ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് 4 other chemicals എന്ന് പറയുമ്പോഴത്തേക്ക് എൻവയോൺമെന്റിലെ പല ബേസിക് കണ്ടന്റ് ഓർമ്മയിൽ വരുന്നുണ്ട്. 4 other chemicals ആ ഒരു വേർഡിൽ നിന്ന് 4 other chemicals കുറെ ഐഡിയ മനസ്സിലേക്ക് വരുന്നില്ലേ? 4 other chemicals എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? എൻവയോൺമെന്റിൽ കുറച്ച് നാൾ നിൽക്കുമോ, കുറെ നാൾ കൂടുതൽ നാൾ നിൽക്കുമോ? അത് ഡീഗ്രേഡ് ചെയ്യാൻ എളുപ്പമായിരിക്കുമോ, ഡീഗ്രേഡ് ചെയ്യാൻ പാടാണോ? ഓക്കെ, അത് പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുമോ, അത് പെട്ടെന്ന് ഇല്ലാണ്ടായി പോവോ? ഓക്കെ, യെസ് കുറെ കൺസെപ്റ്റ് ഇങ്ങനെ മനസ്സിൽ വരുവാണേ. 4 other chemicals എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അപ്പോൾ 4 other chemicals എന്നൊരു ന്യൂസിനകത്ത് ഇങ്ങനെ ഒരു ടേം വന്നു, ഡ്രിങ്കിങ് വാട്ടർ എന്നൊരു ടേം വന്നു, ലേക്സിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 3 കീവേഡ് മാത്രം വെച്ചിട്ട് ഇനി നിങ്ങൾ ഈ ഒരു 3 സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കൂ. PFAS are found to be widespread in drinking water, food and food packaging materials. PFAS are not easily degraded in the environment. Persistent exposure to PFAS can lead to bioaccumulation in animal bodies. 3 സ്റ്റേറ്റ്മെന്റ്. ഇനി നിങ്ങൾ ഇതിന് ആൻസർ പറഞ്ഞു. ഞാൻ വേറെ നിങ്ങൾക്ക് ഞാൻ തന്നത് 3 സെക്കൻഡ്, 5 സെക്കൻഡാണ് തന്നത് ഇതിന്റെ ഉത്തരം പറയാനായിട്ട്. ഡിഫിക്കൽട്ട് ആയിട്ട് പറഞ്ഞ എല്ലാ ആൾക്കാർക്കും നിങ്ങളെല്ലാവരും ഈ ദിൽഷ, ഞാൻ കണ്ട ദിൽഷ, മുംതാസ് പേരൊക്കെ നിങ്ങൾ പറഞ്ഞായിരുന്നു, കുറെ പേര് ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞായിരുന്നു. എല്ലാവർക്കും ആൻസർ കിട്ടിയില്ലേ? ഓക്കെ, ബേസിക്കലി ആൻസർ ഡി ആണ്. റൈറ്റ്, ആ ന്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് ആൻസർ വന്നേക്കുന്നത്. ആൻസർ കീ സ്റ്റിൽ ഇതുവരെ വന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ലോജിക്കലി ഏത് ആൻസറിലേക്ക് എത്താനായിട്ട് തോന്നുന്നു? ഡിയിലേക്ക് എത്താനായിട്ട് തോന്നുന്നു. നിങ്ങൾ ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ 1, 2, 3ലേക്ക് എത്താനായിട്ട് തോന്നുന്നു. നമുക്കൊരിക്കലും 100% നമുക്ക് UPSC ബേസിൽ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് 100% ഗ്യാരണ്ടി വേണ്ട. 99% റെഡിയായിട്ട് വരാം. ഈ ഒരു ആർട്ടിക്കിളിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിനകത്ത് നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് PF പേരുകൾ കിട്ടും. PF എന്ന വേർഡ് അതിനകത്ത് ഉണ്ടാവും. അതിനകത്ത് PF വിളിക്കുന്ന പേരാണ് 4 other chemicals അതിനകത്ത് ആർട്ടിക്കിളിനകത്ത് ഉണ്ടാവും. ബട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? കറണ്ട് അഫെയർസ് ഇത്രയൊന്നും ഇത് വലിയ സംഭവമൊന്നുമല്ല. കറണ്ട് അഫെയർസ് ബേസ് ചെയ്ത് ഉത്തരം എഴുതാന്ന് പറയുന്നത് വലിയ ഉത്തരവൊന്നുമല്ല. വൈഡ് സ്പ്രെഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മൾ ആ ക്വസ്റ്റ്യൻ എസൻസ് മാത്രം നോക്കിയാൽ മതി. വൈഡ് സ്പ്രെഡ് ആയിട്ട് കാണുന്നുണ്ട്. ഈ ആർട്ടിക്കിളിലേക്ക് ഞാൻ മുന്നേ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടില്ല. പക്ഷേ ഈ ആർട്ടിക്കിൾ നോക്കൂ. സിറ്റീസിലാണ്, ചെന്നൈ ഐഐടി സ്റ്റഡിയാണ്, ലേക്സിലാണ്, ഡ്രിങ്കിങ് വാട്ടറിലുണ്ട്, കൺസേൺ, റിവീൽസ്. ഈ ഒരു ഐഡിയ വെച്ച് നോക്കുമ്പോൾ തന്നെ ലൈക്ക് അതിനകത്ത് ഉള്ളത് കൊണ്ടല്ലേ ആ ഒരു സ്റ്റഡി നടത്തിയത്. അഹമ്മദ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഒത്തിരി ഓവർ തിങ്ക് ചെയ്യാൻ നിൽക്കേണ്ടത് ഇതിനകത്ത്. ലൈക്ക് പറഞ്ഞ് മനസ്സിലായോ? അങ്ങനെ ഒരു ഒരിടത്തും ഇല്ലാത്ത സാധനം ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു സ്റ്റഡി നടത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇതിന്റെ ബേസിക് എസൻസ് മാത്രമേ നോക്കുന്നുള്ളൂ. മനസ്സിലാവുന്നല്ലോ? അപ്പൊ ഞാൻ ഈ ആർട്ടിക്കിളിലേക്ക് ഡീപ്പായിട്ട് പോയിട്ടില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി UPSC കറണ്ട് അഫെയർസ് എത്രത്തോളം ഡീപ്പായിട്ട് ചോദിക്കുന്നു എന്നുള്ളതാണ്. ഒത്തിരി ഡീപ്പായിട്ട് ചോദിക്കുന്നില്ല. അവരതിന്റെ പെരിഫററി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തന്നത് ഇത് ഹിന്ദുവിൽ വന്നൊരു ആർട്ടിക്കിളാണ്. S&T നോക്കുമ്പോഴത്തേക്ക് ഇത് എൻവയോൺമെന്റിന്റെ സ്റ്റാറ്റിക് ടോപ്പിക്കാണ്. ഈ കറണ്ട് അഫെയർസ് അറിയാത്ത ഒരാൾ ചിന്തിക്കുന്നത് എന്താണ്? അയ്യോ, PF ഞാൻ ബയോ അക്യുമുലേഷൻ പഠിക്കണമായിരുന്നു, PF പറ്റി പഠിക്കണമായിരുന്നു, സ്റ്റാറ്റിക് ടോപ്പിക് എന്റെ സ്ട്രോങ് അല്ല. ഒന്നുമല്ല. നിങ്ങൾക്ക് സ്റ്റാറ്റിക്കിൽ നിങ്ങൾക്ക് ആകെ അറിയേണ്ടത്, ഫണ്ടമെന്റൽ അറിയേണ്ടത് പ്രോസസ്സിന്റെ ഓർഗാനിക് പൊല്യൂട്ടിനെ പറ്റി അറിഞ്ഞാൽ മാത്രം മതിയായിരുന്നു. ബയോ അക്യുമുലേഷന്റെ കൺസെപ്റ്റിനെ പറ്റി മാത്രം അറിഞ്ഞാൽ മാത്രം മതിയായിരുന്നു. പിന്നെ ഈ ആർട്ടിക്കിൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈസിയായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? സോ ഇതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? ഫസ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്ന ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്താണെന്നുള്ളത്? ഓക്കെ, മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് അടുത്തൊരു ആർട്ടിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്തൊരു ആർട്ടിക്കിൾ. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം, ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സ് ഈസ് placed under the vermin category in the Wildlife Protection Act 1972. Indian flying fox feeds on the blood of other animals. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. ഉത്തരത്തിലേക്ക് പോട്ടെ. ഈ ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നി ഇത്ര ആൾക്കാർ ഉണ്ടായിരുന്നു UPSC കണ്ടപ്പോൾ. ഇത് ഡിഫിക്കൽട്ട് ആയിരുന്നു. ഇത് സ്റ്റാൻഡ് അലോൺ ക്വസ്റ്റ്യൻ ആയിരുന്നു. UPSC NCERT എവിടെയോ വായിച്ചിട്ട് എവിടുന്നോ കൊണ്ടുവന്നിട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന് തോന്നി എത്ര ആൾക്കാരുണ്ട്? ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നി. ഓക്കെ, നിങ്ങൾക്ക് അതും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നി. ഓക്കെ, ശരി. ഓക്കെ, ഇത് ബേസിക്കലി നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു കുട്ടിക്ക്, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഒത്തിരി ഇതും പഠിക്കാത്ത കുട്ടിക്ക് സ്റ്റിൽ ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തത്. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ തന്നെയാണിത്. പക്ഷേ
ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു ആർട്ടിക്കിൾ ഇതും ഹിന്ദു എന്നൊരു ആർട്ടിക്കിൾ തന്നെയാണ്. ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ഞാൻ ഈ മെറ്റീരിയൽ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് ഈ PPT ഞാൻ ചാനലിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്, നമ്മുടെ അഫയേഴ്സ് ഗ്രിഡ് UPSC ഗ്രിഡിന്റെ അതിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഈ ഒരു ആർട്ടിക്കിൾ ഹിന്ദു എന്നൊരു ആർട്ടിക്കിളാണ്, സയൻസ് ആൻഡ് കോളേജിൽ വന്ന ആർട്ടിക്കിളാണ്. ഫ്ലൈയിങ് ഫോക്സ് ബാറ്റ് കണ്ടോ, ഈ ലിങ്കിൽ തുടക്കത്തിലുണ്ട് ഫ്ലൈയിങ് ഫോക്സ് ബാറ്റ്, ഫ്ലൈയിങ് ഫോക്സ് ബാറ്റ്, ഫ്ലൈയിങ് ഫോക്സ് ബാറ്റ് എന്ന് 2 കീവേഡ് അതിനകത്തുണ്ട്. ഈ ക്വസ്റ്റിനകത്ത് ഫ്ലൈയിങ് ഫോക്സ് ബാറ്റ് അറിയാത്തതായിരിക്കും കുറെ പേർക്ക് ഡിഫിക്കൽട്ടി ആയതല്ലേ. പരീക്ഷ എഴുതുന്ന സമയത്ത് ഫ്ലൈയിങ് ഫോക്സ് ബാറ്റ് ആയിരുന്നു എന്ന് അറിയാത്ത ആൾക്കാർക്കാണ് ഇത് ഡിഫിക്കൽട്ടി ആയത്. ആണോ? നിങ്ങൾ ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് തന്നെ അങ്ങനെയല്ലേ ഡിഫിക്കൽട്ട് ആയത്? ഫ്ലൈയിങ് ഫോക്സ് ബാറ്റ് ആയിരുന്നു എന്നറിയാത്ത കുറെ ആൾക്കാരുണ്ടായിരുന്നു അല്ലേ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? പിന്നെ ചെയ്യരുത്, ജെന്യൂൻ ആയിട്ട് പറയാം, ഫ്ലൈയിങ് ഫോക്സ് ബാറ്റ് ആണെന്ന് തിരിച്ചറിയാത്ത ആൾക്കാരുണ്ടായിരുന്നു, കുറെ പേരുണ്ടായിരുന്നു, എനിക്കറിയാം. ഓക്കെ, കുറെ പേരുണ്ടായിരുന്നു. ഇതിനുള്ളില് ഇനി നോക്കൂ, ഈ ഒരു ന്യൂസ് ആർട്ടിക്കിളിന്റെ ലിങ്ക് വായിച്ചാൽ തന്നെ അതിനകത്ത് ഫ്ലൈയിങ് ഫോക്സ് ബാറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ക്വസ്റ്റ്യൻ ഫ്ലൈയിങ് ഫോക്സ് ബാറ്റ് ആണെന്ന് അറിയുന്ന ആൾ ഇനി അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങളുടെ കോമൺ സെൻസ് ആണ്. കോമൺ സെൻസ് ആണ്. ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സ് ഫീഡ്സ് ഓൺ ദ ബ്ലഡ് ഓഫ് അതർ ആനിമൽസ്. ആ സ്റ്റേറ്റ്മെന്റ് 2 പറ, ശരിയാണോ തെറ്റാണോ? സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണോ തെറ്റാണോ? ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി ബ്ലഡ് ഓഫ് അതർ ആനിമൽസ്. നമ്മുടെ ചുറ്റും കാണുന്ന ബാറ്റ് കഴിക്കുന്ന എന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിപ്പ ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ വീട്ടിലെ പപ്പായ, പേരയ്ക്ക, മാങ്ങ ഒക്കെ ആലോചിച്ച് നോക്കിയാൽ ഫ്രൂട്ട്സ് ആണ്. ആണല്ലോ. അത് തെറ്റാണ് മനസ്സിലായി കഴിഞ്ഞു. ടീക്ക് അത് കണ്ടേ തലേക അത് അറിയുന്ന ആൾക്കാർക്ക് അത് ബാറ്റാണ് അറിയുന്ന ആൾക്കാർക്ക് നോക്കി സ്റ്റേറ്റ്മെന്റ് 2 റോങ് ആണെന്ന് മനസ്സിലാവും. ഇത് റോങ് ആണെന്ന് മനസ്സിലാക്കാൻ ഈസി ആയിട്ട് ആൻസർ കിട്ടുവേ. നോക്കിയിട്ട് പറയും, ആൻസർ കിട്ടുവല്ലേ? ഒറ്റ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ഉള്ളൂ. സ്റ്റേറ്റ്മെന്റ് 2 റോങ് ആയിട്ടുള്ള ഒറ്റ ഓപ്ഷൻ അതിനകത്തുള്ളൂ. കിട്ടിയോ ആൻസർ? കിട്ടിയോ? ഓക്കെ. ഇനി നിങ്ങൾ പറയും, ആ ഒരു ലിങ്ക്, ഈ ന്യൂസിന്റെ ലിങ്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പാടായിരുന്നോ എളുപ്പമായിരുന്നോ? ഇത് ഞാൻ റിട്രോസ്പെക്റ്റീവ്ലി ഒന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് നമുക്ക് എളുപ്പമായിരുന്നു തോന്നും. എക്സാമിന്റെ പ്രശ്നം എടുക്കുമ്പോഴത്തേക്ക് ഈ ക്വസ്റ്റ്യൻ നല്ല പാടായിരിക്കും, അൺലെസ് നിങ്ങൾ ഈ ആർട്ടിക്കിൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ. പക്ഷെ എന്റെ ഇന്റൻഷൻ, ഞാൻ ഈ പറയുന്നതിന്റെ പ്രസന്റ് ചെയ്യുന്ന ഇന്റൻഷൻ ഒറ്റ സാധനമേ ഉള്ളൂ. നിങ്ങൾ ഈ ന്യൂസ് ആർട്ടിക്കിൾ എവിടെയൊക്കെ കണ്ടിരുന്നെങ്കിൽ, പ്രോപ്പർ ആയിട്ട് കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്തിരുന്നെങ്കിൽ, ഇതാണ് ഇത്രയൊക്കെ UPSC ചോദിക്കാൻ സാധ്യത ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? 2 ക്വസ്റ്റ്യൻ. ഞാൻ ഒത്തിരി ലെങ്തിലേക്ക് പോകുന്നില്ല. ഇതുപോലെ എനിക്ക് ഓരോ ക്വസ്റ്റ്യൻ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. ബട്ട് സ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ബേസിക് കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾസ് എടുക്കുന്നത്. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ സിക്കാഡ, ഫ്രോഗ് ഹോപ്പർ, പോണ്ട്, ഇത് UPSC ഒരു പാറ്റേൺ ആണ്. ചില സമയത്ത് ബട്ടർഫ്ലൈനെ പറ്റി ചോദിക്കാം, ചില സമയത്ത് ഫിഷിനെ പറ്റി ചോദിക്കാം, ബേർഡ്സിനെ പറ്റി ചോദിക്കാം. ഓരോ വർഷം 23 ചോദിച്ചാൽ എന്തായിരുന്നു? ഫിഷ് ആയിരുന്നു, ബേർഡ് ആയിരുന്നു, എനിക്ക് ഓർമ്മയില്ല. 22 ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാ ഓപ്ഷൻസും അതിനകത്തുണ്ട്, ഫിഷും ബേർഡും ഒക്കെ ഉണ്ട്, പല പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. സിക്കാഡ കമ്പാരിറ്റീവ്ലി കേരളത്തിലുള്ള ആൾക്കാർക്ക് സിക്കാഡ എളുപ്പമാകാൻ സാധ്യത ഉണ്ടല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ മലയാളികൾ ശരിയാക്കിയിട്ടുണ്ടാവും. സിക്കാഡൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ടാവും. പിന്നെ സൈലന്റ് വാലിയൊക്കെ പറ്റി പഠിക്കുന്ന ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ ഓൾ ഓവർ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ഈ ട്രോപ്പിക്കൽ റീജിയനുള്ള ആൾക്കാർ വെച്ചിട്ട് ഈ സിക്കാഡൊക്കെ പറ്റി ആൾക്കാർ കേട്ടിരിക്കാൻ സാധ്യത കുറവാണ്. ഓക്കെ, ആബ്സെൻസ് ഓഫ് സിക്കാഡ ആൻഡ് സൈലന്റ് വാലിക്ക് പേര് കിട്ടാൻ കാരണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ ഇതും സ്റ്റിൽ നോക്ക്, ഹിന്ദുവിൽ ഒന്നൊരു ആർട്ടിക്കിളാണ്, നാഷണൽ ന്യൂസ് ആണ്. നമുക്ക് ന്യൂസ് നാഷണൽ ആണ്. കേരള കോമൺലി ഫോൺ സിക്കാഡ സ്പീക്കിംഗ്. ഇത് സിക്കാഡെ പറ്റി എന്താണ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ആർട്ടിക്കിൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ സിക്കാഡ എന്താണെന്ന് മനസ്സിലായി. സിക്കാഡ മാത്രം പിന്നെ ഹോപ്പർ, ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ് ഹോപ്പർ, ഇങ്ങനെ ആലോചിക്കാൻ മതി. ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ് ഹോപ്പർ, പോണ്ട് സ്കേറ്റർ ആലോചിക്കാൻ മതി. നമ്മുടെ കോട്ടയിലും നമ്മുടെ കിണറിലൊക്കെ പോണ്ട് സ്കേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാർ, പോണ്ടിൽ കൂടി വെള്ളത്തിൽ കൂടി സ്കേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാർ. നമുക്ക് പല രീതിയിൽ ആൻസർ ചെയ്യാം. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ കണ്ടക്ടർ വായിക്കുന്ന നിർബന്ധമില്ല. ഈ ക്വസ്റ്റൻ അറിയണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പറയാമല്ലോ. ഈ ഒരു ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടക്ടർ വായിച്ചാലേ കിട്ടുന്നില്ല. ചുമ്മാ ആലോചിച്ച് നോക്കാം. നമ്മൾ കിണറ്റിലേക്ക് നോക്കാൻ പറ്റും. വെള്ളത്തിലാസനെ കണ്ടിട്ടുണ്ടാവില്ലേ? പോണ്ട് സ്കേറ്റർ, വെള്ളത്തിൽ സ്കേറ്റ് ചെയ്ത് പോകുന്ന ആലോചിച്ച് നോക്കാം. ഫ്രോഗ് ഹോപ്പർ ആലോചിച്ച് നോക്കാം. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാനാണ് ഫ്രോഗ് ഹോപ്പർ വന്നേക്കുന്നത്. ഫ്രോഗുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് ഹോപ്പർ. ഓക്കെ, ഗ്രാസ് ഹോപ്പർ. പല രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റിലേക്ക് എത്താനായിട്ട് പറ്റും. കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ബട്ട് സ്റ്റിൽ ഇതൊരു ഓഡ് ക്വസ്റ്റൻ അല്ല. UPSC എവിടെ നിന്ന് കൊടുക്കുന്ന ക്വസ്റ്റൻ ഇടാൻ വേണ്ടി എടുത്ത ക്വസ്റ്റൻ ഒന്നും അല്ല ഇത്. ഹിന്ദു ആർട്ടിക്കിളാണ് ഇതേ കൊടുത്തിട്ടുണ്ട്. മനസ്സിലാവുമ്പോൾ ഇതൊരു ക്വസ്റ്റൻ ആണ്. അടുത്ത മുന്നോട്ട് പോയി കഴിഞ്ഞാല്
അടുത്തൊരു ക്വസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതും പാരസൈറ്റോയിഡ് സ്പീഷീസ് ആർ ഫൗണ്ട് ഇൻ ഹൗ മെനി ഓഫ് ദി അബോവ് കൈൻഡ് ഓഫ് ഓർഗാനിസംസ്. ഇതും UPSC എൻവയോൺമെന്റ് അയ്യോ സ്റ്റാറ്റിക് ആണ് എൻവയോൺമെന്റ് എനിക്കൊന്നും അറിയില്ല, പഠിച്ചേ പറ്റുള്ളൂ. ഈ ക്വസ്റ്റ്യൻ കണ്ടോളമേ, ഈ 2024 ഈ ക്വസ്റ്റ്യൻ കണ്ടോളെ അടുത്ത വർഷത്തെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെല്ലാം അവിടെ പോയിട്ട് പാരസൈറ്റോയിഡ് റിലേഷൻസ് NCERT ബയോളജിക്ക് അരച്ച് ഇലക്കി പഠിക്കാനായിട്ട് നോക്കും. പക്ഷെ വേണ്ട, ഹിന്ദുവിൽ വന്ന അടുത്തൊരു ആർട്ടിക്കിളാണ്, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വന്നൊരു കോളത്തിൽ വന്ന ന്യൂസാണ്. ഈ ജീനസ് ഓഫ് പാരസൈറ്റോയിഡ് വാസ്റ്റ് ഡിസ്കവർ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത്. അപ്പഴ ആ ഒരു ക്വസ്റ്റ്യൻ അവരെ കൂടെ എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ എക്സ്പെൻഡ് ചെയ്ത് ബാക്കി ഒന്നും ആൾക്കാരെ കൂടി കൂട്ടിയിരുന്നത്. കറണ്ട് അഫെയർ ആണ് ഇതിന്റെ ബേസിക്. അല്ലാണ്ട് UPSC എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാരസൈറ്റോയിഡിനെ പറ്റി അങ്ങനെ ഇട്ടൊരു ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ദെൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചൂയിങ്കം അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, വിട്ടേക്ക്, ഇത് ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, കുഴപ്പമില്ല. ഇതേപോലെ ഈ പറഞ്ഞ പോലെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? എല്ലാ ക്വസ്റ്റ്യനും ഇവിടെ കാണിക്കാനായിട്ട് പറ്റില്ല. ഞാൻ ക്വസ്റ്റ്യൻസിന് എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എയർപോർട്ടിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ, കുഷ്നഗർ എയർപോർട്ട്, ക്വസ്റ്റ്യൻ നമ്പർ 30, 170 എല്ലാത്തിന്റെയും ലിങ്ക് ഇപ്പോ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് രാഹുലും സഫാനും വരുണും എല്ലാം കൂടി ഇരുന്നിട്ട് ഇതെല്ലാം ചോദിച്ചിരിക്കുന്നത് ഹിന്ദു എന്നോ ഇന്ത്യൻ എക്സ്പ്രസ് എന്നോ ആണ്. മെജോറിറ്റി ഹിന്ദു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ വേറെ ഒന്നും വായിക്കാൻ നിൽക്കേണ്ട, മെജോറിറ്റി ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ് പോലെ ന്യൂസ് പേപ്പർ ഡെയിലി ആണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കറണ്ട് അഫയേഴ്സിൽ ഞങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് വായിച്ചിരുന്നെങ്കിൽ ഇത് ചെയ്യാമായിരുന്ന, അത് വളരെ സ്റ്റാറ്റിക് ആയിരുന്നു എന്ന് തോന്നിയിരിക്കുന്ന പല ക്വസ്റ്റ്യൻസും ഈസി ആയി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. ഈ ഒരു സെഷന്റെ ഉദ്ദേശം അതാണ്, എങ്ങനെ കറണ്ട് അഫയേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട്, അതായത് ഇത് ഡിഫിക്കൽട്ട് ആയിരുന്നു എന്ന് തോന്നുന്ന പല ക്വസ്റ്റ്യൻസും നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഈ ഒരു സെഷന്റെ ഉദ്ദേശം. ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ ഉദ്ദേശം ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? അതായത് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ബിലീവ് ചെയ്യുന്നുണ്ടോ? അതായത് പല ആൾക്കാരും പറയാറുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പറയാറുണ്ട്, കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഏതെങ്കിലും 2-3 മാഗസിൻസ് എടുത്ത് വെച്ചിട്ട് വായിച്ചു പോയാൽ മതി, ഓക്കെ, അല്ലെങ്കിൽ മാഗസിൻ വായിച്ചാൽ കിട്ടുന്നതേ ഉള്ളൂ. പക്ഷെ എത്ര പേര് മാഗസിൻ വായിച്ച് പാസ്സാവുന്നുണ്ട്? അതാണ് എന്റെ ചോദ്യം. ഈ പറഞ്ഞതുപോലെ എത്ര ഈ ഇരിക്കുന്ന ഇപ്പൊ ഈ ഷുവർ, കാരണം നമ്മൾ ഉൾപ്പെടെ ജനിക്കുന്ന പാസ് ചെയ്ത് പോയ ആൾക്കാരാണ്. 100 പേരിൽ ഏതാണ്ട് 70% ആൾക്കാരും മാഗസീൻസിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, വിഷൻ അല്ലെങ്കിൽ XYZ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാഗസീൻ ബേസ് ചെയ്തിട്ട് വായിക്കുന്ന ആൾക്കാരാണ്. അതിന്റെ ഉദ്ദേശത്തിലേ ഉള്ളൂ, വളരെ ഈസിയാണ്. നിങ്ങൾക്ക് അത് ഓരോ മന്ത് കഴിയുമ്പോഴത്തേക്കും വേറെ ഒരാൾ പണിയെടുത്തിട്ട് ഈ പറഞ്ഞ പോലെ മാഗസീൻ ആക്കി കയ്യിൽ തരും. നമ്മളത് കൊണ്ട് മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും മെറ്റീരിയൽ പ്രിന്റ് എടുത്ത് വയ്ക്കുന്ന ആൾക്കാരുണ്ട്, PDF വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് പരീക്ഷയുടെ തലേദിവസം, ടെസ്റ്റ് സീരീസ് ആണെങ്കിൽ ടെസ്റ്റ് തലേദിവസം എടുത്ത് ആ മാഗസീൻ ഫുള്ള് വായിക്കും, 1-2 വായിച്ചിട്ട് പോകും. ബേസിക്കലി കൺവീനിയൻസിനാണ് ഈ മാഗസീൻ വായിക്കുന്നത്. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ മാഗസീൻ വായിക്കുന്നതും ന്യൂസ് പേപ്പർ വായിക്കുന്നതും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ഒരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ന്യൂസ് പേപ്പർ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു ന്യൂസ് വായിക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ളത് നമ്മൾ ആലോചിച്ച് കണ്ടെത്തി നമ്മുടെ ബ്രെയിനിലൂടെ വർക്ക്ഔട്ട് ചെയ്യണം, ഒരു ബ്രെയിൻ സ്റ്റോം നടത്തുകയാണ്. ഓക്കെ, ഇങ്ങനെ ന്യൂസ് ആർട്ടിക്കിൾ കണ്ടല്ലോ, ഈ ന്യൂസ് ആർട്ടിക്കിൾ കണ്ടിട്ട് ഇതിനകത്ത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ചിലപ്പോൾ ജോഗ്രഫി എന്നായിരിക്കും ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ചിലപ്പോൾ എൻവയോൺമെന്റ് ആയിരിക്കും ക്വസ്റ്റ്യൻ വരാം, ചിലപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി ആയിരിക്കും. നമ്മൾ ആ ഒരു ന്യൂസ് ആർട്ടിക്കിൾ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനെ പ്രോസസ് ചെയ്യാണ്, ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് വരാമെന്നുള്ളത് നമ്മളിങ്ങനെ പ്രോസസ് ചെയ്ത് നോക്കിയിട്ട് ആ ഏരിയയിലോട്ടൊക്കെ നമ്മളൊന്ന് കടന്നു ചെന്നിട്ട് ഒന്ന് ആലോചിച്ചൊരു ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കും. ഇങ്ങനെയാണ് ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നമ്മളൊരു ഐഡിയ ഡെവലപ്പ് ചെയ്ത് വെക്കുന്നത്. പക്ഷെ മാഗസീൻ വായിക്കുമ്പോഴത്തേക്ക് മാഗസീൻ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഒരു ന്യൂസ് കാണുമ്പോഴത്തേക്ക് അതിന് SNT എടുത്തിരുന്നു, എൻവയോൺമെന്റ് എടുത്തിരുന്നു, ഹിസ്റ്ററി എടുത്തിരുന്നു. നമ്മൾ സിലോസിലാണ് വായിക്കുന്നത് മാഗസീൻ വായിക്കുമ്പോഴത്തേക്ക്. ഓക്കെ, ഹിസ്റ്ററി വായിച്ച് കഴിഞ്ഞാൽ അടുത്ത ജോഗ്രഫി വായിക്കാം, അടുത്ത ജിയോളജി വായിക്കാം, അല്ലെങ്കിൽ അടുത്ത എൻവയോൺമെന്റ് വായിക്കാം. ഇങ്ങനെ സിലോസിൽ വായിച്ച് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻഫർമേഷനും അങ്ങനെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യാം. ഓക്കെ, UPSC ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് വേണ്ടത് കമ്പാർട്ട്മെന്റലൈസേഷൻ ഓഫ് ഇൻഫർമേഷൻ അല്ല. നമുക്ക് വേണ്ടത് സ്റ്റാറ്റിക്കിനെ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിനെ സ്റ്റാറ്റിക്കുമായിട്ട് തിരിച്ചും വൈസ് വേഴ്സ കണക്ട് ചെയ്യുക എന്നൊരു ഐഡിയ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റി കഴിയുമ്പോഴാണ് ശരിക്കും നമ്മുടെ പ്രിപ്പറേഷൻ ജേർണി കുറച്ചുകൂടെ ഈസി ആവുന്നത്. കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷൻ കുറച്ചുകൂടെ ഷോർട്ട് ആക്കാൻ നമുക്ക് പറ്റുന്നത്, കുറച്ചുകൂടി നമ്മുടെ ഒരു മൈൻഡിനകത്ത് ബ്രെയിൻ സ്റ്റോമിങ്ങും പ്രോസസ്സിംഗ് നടക്കുന്നത് അപ്പോഴാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെഷന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഈ ഒരു ഇനിഷ്യേറ്റീവിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ ജേർണി കൂടി മുമ്പ് പാസ് ചെയ്ത് പോയിട്ടുള്ളത് രാഹുൽ ഉൾപ്പെടെ ആൾക്കാരുടെ ഇതിനകത്തിരിക്കുന്ന നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരുടെ എലിജിബിലിറ്റി ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരാൾ കൂടി ഇതിനകത്തില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. സൂര്യന് നിങ്ങൾക്കറിയാം, വരുണിന് നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ സഫാന് നിങ്ങൾക്കറിയാം, അല്ലാന്നുണ്ടെങ്കിൽ രാഹുലിന് നിങ്ങൾക്കറിയാം. നമ്മുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, നമ്മൾ എത്രത്തോളം ഈ ഒരു പ്രോസസ് ഇവിടെ കടന്നുപോയ ആൾക്കാരാണ്, എങ്ങനെയാണ് ഈ ഒരു കറണ്ട് അഫയേഴ്സ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു സെഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കറിയുന്ന ഈ ഒരു പ്രോസസ്സ് കുറച്ച് ആൾക്കാർ നമ്മുടെ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിക്ക്, നമ്മുടെ ഫ്രട്ടേണിറ്റി കൂടി പാസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഇനിഷ്യേറ്റീവിന്റെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ ഇതിനുള്ളിൽ നിങ്ങൾ ഈ ഒരു സെഷൻ ബാക്കി ഡീറ്റെയിൽസ് രാഹുൽ പറയും.
നമ്മൾ ഈ ഒരു സെഷൻ കൂടി പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് യൂഷ്വലി നമ്മുടെ ഒരു ടീച്ചിങ് അപ്രോച്ച് ആയിരിക്കില്ല നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കില്ല അതിന് കിട്ടുന്നത്. ഇത് പഠിച്ചിട്ട് പോവുക, ഇന്ന സാധനം വരും അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നതായിരിക്കില്ല. സെഷനകത്ത് ഇരുന്ന് ബ്രെയിൻ സ്റ്റോമിങ് പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ ഒരു മൈൻഡ് സ്റ്റോമിങ്, നമ്മുടെ ഒരു ബ്രെയിനെ പ്രോസസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലേണിംഗ് പ്രോസസ് ആയിരിക്കും നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഐഡിയ ഞാൻ ജസ്റ്റ് ഒന്ന് തരുവാണ്. തന്നതിന് ശേഷം ബാക്കിയിലേക്ക് പോവാം. അപ്പൊ അതിന്റെ അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ്, എന്താണ് ഈ ടോപ്പേഴ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ക്ലിയർ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഈ പ്രോസസ്സ് നല്ല രീതിക്ക് അറിയുന്ന ആൾക്കാർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ ചെയ്യുന്ന സാധനം ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നത്. ഒരു ന്യൂസ് കാണുമ്പോഴത്തേക്ക് എന്ത് കിട്ടുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാനുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പൊ ഞാൻ 1-2 എക്സാമ്പിൾ പറയാം. കഴിഞ്ഞു പോയതും ഇനി വരാൻ സാധ്യതയുള്ളതായിട്ടുള്ള എക്സാമ്പിൾ പറയാം. രാഹുലിനോട് ചോദിച്ചു നോക്കി. നെറ്റ് പോയത് നിനക്കാണോ? സോറി, അരവിന്ദിന്റെ നെറ്റ് ചിലപ്പോൾ പോയതായിരിക്കും. അരവിന്ദ് കർണാടകത്തിലെ ഏതോ ഒരു കാട്ടിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓഡിബിൾ ആണ്. ഓഡിബിൾ ക്ലിയർ അല്ല. ഒരു രാഹുൽ ടേക്ക് ഓവർ ഞാൻ ജോയിൻ ചെയ്യാം. ഞാൻ ഓക്കെ അരവിന്ദ്, നെറ്റ് കണക്ഷൻ റെഡി ആകുമ്പോൾ ജോയിൻ ചെയ്താൽ മതി അരവിന്ദ്. ഓക്കെ, അപ്പോൾ ലൈക്ക് മൈസെൽഫ് രാഹുൽ. അപ്പോൾ ഇതിലിരിക്കുന്ന പലർക്കും എന്നെ അറിയായിരിക്കും. നമ്മൾ കുറച്ചൊക്കെ ഈ മെന്റർഷിപ്പിന്റെ പാർട്ടായിട്ട് ക്ലാസ്സുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അരവിന്ദ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കറണ്ട് അഫയേഴ്സിന്റെ അപ്രോച്ച് എന്താണ്, അല്ലെങ്കിൽ എത്രത്തോളം സിമ്പിൾ ആണ് എന്നൊക്കെ പറഞ്ഞു. ഇത് കണ്ടപ്പോൾ ഇത്ര സിമ്പിൾ ആയിരുന്നു എന്ന് പലപ്പോഴും ചോദിച്ചു നിങ്ങൾ പലപ്പോഴും പലരും ചിന്തിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഫണ്ടമെന്റലി ഈ ഒരു കോഴ്സ് തുടങ്ങുന്ന ഒരു ഉദ്ദേശം അരവിന്ദ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ UPSC ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഒരു മെന്റർഷിപ്പ് പ്ലാറ്റ്ഫോം ആയിരുന്നു. അപ്പൊ അതിനകത്ത് ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ മെന്റീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു കോമൺ ആയിട്ടുള്ള കുറെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ഡൗട്ട്സ് ആണ്. 12 മാസത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ എങ്ങനെയാണ്, ഞാൻ ഓഡിബിൾ അല്ലേ? ഓഡിബിൾ? ഓക്കെ, റെസ്പോൺസ് കാണാത്തതുകൊണ്ട് ചോദിച്ചു. 12 മാസത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ എങ്ങനെയാണ് ഓർത്ത് വെക്കുന്നത്, ഏത് മാഗസീനാണ് നമ്മൾ വായിക്കേണ്ടത്, ഹിന്ദു മാത്രം വായിച്ചാൽ മതിയോ, അത് ഹിന്ദു വായിക്കാതെ നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെയായിരുന്നു ജനറൽ ആയിട്ടുള്ള എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ടുള്ള ഡൗട്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് നമ്മൾ ഈ ആസ്പിറൻസിന്റെ ഇടയ്ക്ക് അതിന്റെ കറണ്ട് അഫയേഴ്സിന്റെ പ്രിപ്പറേഷനിൽ ഫണ്ടമെന്റലി കുറച്ച് പ്രശ്നങ്ങളിലായിട്ട് ഈ ഡൗട്ടുകളിൽ തോന്നാറുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഇതിൽ നിന്നാണ് ഞാനും സൂരജ് അരവിന്ദൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കോഴ്സ് തുടങ്ങുന്നത് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ അരവിന്ദ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഡാറ്റ വെച്ച് തന്നെ പറഞ്ഞു ഓൾമോസ്റ്റ് 30 ക്വസ്റ്റ്യൻസോളം
കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നുണ്ടെന്ന്. അപ്പൊ ഞാൻ പറയുവാണെങ്കിൽ 50 to 60 മാർക്സ് നമുക്ക് കറണ്ട് അഫയേഴ്സ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ അതിനകത്ത് കുറച്ച് ഓഡ് ക്വസ്റ്റ്യൻ, 30 ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഈ ഒരു കോഴ്സോ ഏതൊരു കോഴ്സോ അല്ലെങ്കിൽ ഒരു 5-6 മാക്സിമം വായിച്ചുകൊണ്ട് 30 ക്വസ്റ്റ്യൻ കറണ്ട് അഫയേഴ്സ് നിന്ന് മാത്രമാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നൊന്നുമില്ല. ഓക്കെ, ബട്ട് സ്റ്റിൽ ആ ഒരു കറണ്ട് അഫയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ക്വാണ്ടം ഓഫ് 60 മാർക്സിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരു 40-45 മാർക്സ് ഈസി ആയിട്ട് കിട്ടും കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പ്രോപ്പർലി കവർ ചെയ്യുകയാണെങ്കിൽ. പക്ഷെ അവിടെ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യാന്നുള്ളതിനോട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു മാഗസീനോ അല്ലെങ്കിൽ ഈവൻ ഹിന്ദു പോലും പ്രോപ്പർലി അത് കവർ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടുമെന്നുള്ളതല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഈ കറണ്ട് അഫയേഴ്സ് സ്റ്റാറ്റിക് എന്നുള്ള രണ്ട് പാർട്ടായിട്ട് തന്നെ നിങ്ങൾ കാണുന്ന തന്നെ തെറ്റാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, മറിച്ച അഭിപ്രായമുള്ളവരുണ്ടാവുമായിരിക്കും, ദാറ്റ്സ് ഓക്കെ. പക്ഷെ കാരണം ഇപ്പൊ ഒരു കറണ്ട് അഫയേഴ്സിന്റെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പോലും അതിനകത്ത് ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അരവിന്ദ് ഓക്കെ ആണോ? ഓഡിബിൾ ആണ്. ഓക്കെ, അരവിന്ദ് കണ്ടിന്യൂ ചെയ്തോളൂ, ഞാൻ പിന്നെ കഴിഞ്ഞിട്ട് പറയാം. ശരി, ഒരു അപ്പാപ്പ നെറ്റ് ഓഫ് ചെയ്തു, ഞാൻ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു, വൈഫൈ ഓഫ് ചെയ്ത് പോയി. അപ്പൊ എല്ലാവരുടെയും ഇൻഫർമേഷൻ, അരവിന്ദ് ഇപ്പോ മഹാരാഷ്ട്രയിലെ ട്രെയിനിങ്ങിലാണ്. അപ്പൊ IFOS ആയതുകൊണ്ട് തന്നെ കുറച്ച് ഉള്ളിലേക്കുള്ള പ്രദേശത്താണ്, അതുകൊണ്ടുള്ള ഇഷ്യൂസ് ആണ്. ശരി, പോട്ടെ. പുള്ളി സൈഡിൽ ഒന്ന് നെറ്റ് ഓഫ് ചെയ്തിട്ട് പോയി, പോട്ടെ. ബാക്കി സ്ക്രീൻ കാണുന്നുണ്ട്, ഓഡിയോ ആണോ എല്ലാവരും? ഓഡിബിൾ ആണ്. സ്ക്രീൻ വിസിബിൾ അല്ലേ? ഓക്കെ, ശരി, ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന കാര്യം, ഞാൻ ജസ്റ്റ് നേരത്തെ പറഞ്ഞത് 2 എക്സാം കൂടി പറയാനായിട്ടാണ്. അതായത് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യനും ഇപ്രാവശ്യം വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ന്യൂസ് ആർട്ടിക്കിൾ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് തോട്ട് പ്രോസസ് യൂസ് ചെയ്യാന്നുള്ളതാണ്. അത് ജസ്റ്റ് പറഞ്ഞ ശേഷം രാവിലെ കണ്ടിന്യൂ ചെയ്താൽ മതി, ബാക്കി എന്റെ ആവശ്യം വരുന്നില്ല അതിനകത്ത്. ബേസിക്കലി ഇത്രേ ഉള്ളൂ. കഴിഞ്ഞതിന് നിങ്ങളൊരു ക്വസ്റ്റ്യൻ ഓർക്കുന്നുണ്ടോ? ഗോമതി, ഗാഗ്ര, ഗണ്ഡ, കോശി, ഒരു ജോഗ്രഫി ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ഓർക്കുന്നുണ്ടോ? വന്ന ക്വസ്റ്റ്യൻ 2024 ക്വസ്റ്റ്യൻ ആണ്. ഗോമതി, ഗാഗ്ര, ഗണ്ഡ, കോശി ജോഗ്രഫി ബേസ് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഓർക്കുന്നില്ലേ? അതേപോലെ ബയോ റിയാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഓർക്കുന്നുണ്ടോ? ഒരു സംതിങ് ബയോ റിയാക്ടർ ചോദിച്ചിട്ടുണ്ട്, കണ്ടായിരുന്നോ ഒരു ക്വസ്റ്റ്യൻ? ഓക്കെ. അതേപോലെ വാട്ടർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ബയോ അക്യുമിനേഷൻ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ കാണിച്ചായിരുന്നു. ഈ ഒരു 3 ക്വസ്റ്റ്യനും ബേസിക്കലി വന്നൊരു റൂട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഒത്തിരി ന്യൂസ് ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു എക്സാമിന്, ന്യൂസ് പേപ്പറിൽ. കുംഭമേളയെ പറ്റി ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒത്തിരി ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ആർട്ടിക്കിളിൽ പല പ്രാവശ്യം നമ്മളിങ്ങനെ ആ ആർട്ടിക്കിലൂടെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, അതിനകത്ത് ഒത്തിരി ഫിലിംസ് ക്വസ്റ്റ്യൻ എന്നുള്ള ഒരു ചോയ്സ് അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഓപ്ഷൻ സ്കോപ്പ് അവിടെ ഉണ്ടായിരുന്നു. ഈ കുംഭമേളയായിട്ട് നടക്കുന്ന ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം, സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെന്റായിട്ടൊക്കെ ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത ആ റെക്കറിംഗ് ആയിട്ട് പോകുന്ന ആ ഒരു ക്വസ്റ്റ്യന്റെ ആ ഒരു ടോപ്പിക്കിന്റെ തീമിൽ ഉണ്ടായിരുന്നു എന്നുള്ള. അപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മേജർ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സ്വന്തമായിട്ട് പ്രോസസ് ചെയ്യാൻ പറ്റും. ഫൈൻ, ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ജോഗ്രഫിയിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം, കുംഭമേള നടക്കുന്ന റിവേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കുംഭമേള നടക്കുമ്പോഴത്തേക്ക് വാട്ടർ പൊല്യൂഷൻ നടക്കുമ്പോൾ അത് സോൾവ് ചെയ്യാനായിട്ട് സയൻസ് ആൻഡ് ടെക്നോളജി ബേസിൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എൻവയോൺമെന്റായിട്ട് ബന്ധപ്പെട്ട് വാട്ടർ പൊല്യൂഷൻ ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്, മേ ബി ഹിസ്റ്ററി വരെ വേണമെങ്കിൽ ചോദിക്കാം. ഇങ്ങനെ സ്വന്തമായിട്ടൊരു പ്രോസസ്സിങ് നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക്, ന്യൂസ് ആർട്ടിക്കിൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സ്വന്തം ബ്രെയിനിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഈ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ആ ഒരു സിസ്റ്റമാറ്റിക്കലി ഫോളോ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ വർഷം നടന്നൊരു കാര്യമാണ്. അപ്പൊ ഇനി അങ്ങോട്ട് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറയുന്നത് വളരെ ഫോളിഷ് ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് സ്റ്റിൽ ന്യൂസ് പേപ്പർ കടന്നു പോകുമ്പോഴത്തേക്ക് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം, അതിന് ഇതിനകത്തിരിക്കുന്ന സ്റ്റുഡന്റ് തന്നെയാണ്, എൻ്റെ ഒരു സ്റ്റുഡന്റ് തന്നെയാണ് ആ ഒരു ആർട്ടിക്കിൾ എനിക്ക് ഷെയർ ചെയ്ത് തന്നത്. ആർട്ടിക്കിൾ ഷെയർ ചെയ്ത് തന്നിട്ട് എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ബേസിക്കലി അത് ഒരു വണ്ടർഫുൾ ആർട്ടിക്കിളാണ്. ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച മുമ്പുള്ള ഒരു ആർട്ടിക്കിളാണ്, ന്യൂസ് പേപ്പറിൽ വന്ന ഒരു ആർട്ടിക്കിളാണ്. വായിക്കുമ്പോഴേക്ക് അത്യാവശ്യം കോംപ്രിഹെൻഡ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട് ആയിട്ടൊരു ആർട്ടിക്കിളാണ്. മേ ബി നിങ്ങൾ എത്ര പേര് കണ്ടിട്ടാണെന്ന് എനിക്കറിയില്ല. രാജസ്ഥാനിലെ ഹിന്ദുവിൽ വന്ന ഒരു ആർട്ടിക്കിളാണ്. സുപ്രീം കോർട്ട് രാജസ്ഥാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാജസ്ഥാനിലുള്ള സേക്രഡ് ഗ്രോവ്സ്, നമ്മൾ കാവൾ എന്ന് വിളിക്കുന്ന സേക്രഡ് ഗ്രോവ്സിനെ കമ്മ്യൂണിറ്റി റിസർവ് ആക്കി ഡിക്ലെയർ ചെയ്യണം, ഇമ്മീഡിയറ്റ്ലി ഡിക്ലെയർ ചെയ്യണം എന്ന് രാജസ്ഥാനോട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സുപ്രീം കോർട്ട്. ആ ഒരു ആർട്ടിക്കിൾ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇതിനകത്തിരിക്കുന്ന ഈ സെക്ഷനകത്തിരിക്കുന്ന ആൾക്കാർ, കറണ്ട് അഫയേഴ്സ് ആയി ബില്ലി നിങ്ങളുടെ ജെന്യൂൻ ആയിട്ട് കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ആർട്ടിക്കിൾ കണ്ടിട്ടുണ്ടായിരുന്നു. സുപ്രീം കോർട്ട് രാജസ്ഥാനോട് ഓർഡർ ചെയ്തതാണ്, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, സെക്രട്ടറി ഗ്രോവ്സിനെ ഇമ്മീഡിയറ്റ്ലി കമ്മ്യൂണിറ്റി റിസർവ് ആക്കി മാറ്റണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ ആർട്ടിക്കിൾ ഷെയർ ചെയ്യുന്ന ആളോട് എനിക്കൊരു സ്പെഷ്യൽ താങ്ക്സ്. കാരണം അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്.
അത് വായിക്കുമ്പോഴത്തേക്ക് കുറേയേറെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മളിപ്പോൾ എല്ലാവരും ആലോചിക്കുന്നത് നമ്മളൊരു ന്യൂസ് പേപ്പർ ആർട്ടിക്കൽ വായിക്കുമ്പോഴേക്കും അതിന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാമെന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ വായിക്കുന്ന സമയത്ത് ഒരു ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിളാണ് ആ ഒരു ഒറ്റ ആർട്ടിക്കിൾ. ഓക്കെ, അതിനകത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് റിലേറ്റഡ് ലോസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ഉണ്ട്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഉണ്ട്, കോർട്ട് ജഡ്ജ്മെന്റ്സ് ഉണ്ട്, ജോഗ്രഫി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഫാക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ രാജസ്ഥാനിലെ സെക്രട്ടറി ഓഫീസിന്റെ ലോക്കൽ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ലോക്കൽ ലൈൻസ് അങ്ങനെ തന്നെ എടുത്തിട്ട് UPSC ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ സിക്കാർ അത് വെച്ച് പോലെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അതേപോലെ ആ സെക്രട്ടറി ഓഫീസിന്റെ പേര് വെച്ച് ഇത് എന്താണെന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. 2 വർഷം മുമ്പ് ഡാൻസ് ഫോംസിന്റെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ രീതിയിൽ ന്യൂസ് ആർട്ടിക്കിൾ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോ ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ന്യൂസ് ആർട്ടിക്കിൾ വായിക്കുമ്പോഴത്തേക്കും. അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും കണ്ടക്ടർ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു പ്രോസസ് ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുന്നതാണ്. ആ പ്രോസസ്സിങ് ഈസി ആക്കി തരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം, ഈ ഇനിഷ്യേറ്റീവിന്റെ ഉദ്ദേശം. ഇപ്പൊ ഞാൻ ജെന്യൂനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ 3-4 മാസം ഉണ്ട്. ഈ 3-4 മാസത്തില് എത്രത്തോളം നിങ്ങൾക്ക് ഇതൊക്കെ കവർ ചെയ്യാൻ പറ്റും? ഓക്കെ, ഫിലിംസ് ക്വസ്റ്റ്യൻ വായിച്ചു പോവുക, അല്ലാന്നുണ്ടെങ്കിൽ ഹിന്ദു വായിക്കുക, ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കുക, PAB വായിക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ വായിക്കുക. അത് വായിച്ച് ഇങ്ങനെ സിസ്റ്റമാറ്റിക്കലി നമ്മൾ എങ്ങനെ പ്രോസസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രാക്ടിക്കൽ അപ്രോച്ചിൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ജെന്യൂലി നിങ്ങളുടെ മനസ്സിൽ വരും. അപ്പൊ അതിന്റെ ഒരു സൊല്യൂഷൻ ആണ് ബേസിക്കലി ഇപ്പോ ലൈക്ക് രാഹുലും സൂര്യനും ഒക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തിട്ടുള്ള ഈ അഫയേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോഗ്രാമിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ എങ്ങനെ കറണ്ട് അഫയേഴ്സ് പ്രാക്ടിക്കൽ സെൻസിൽ വായിക്കാം, പ്രാക്ടിക്കൽ സെൻസിൽ വായിച്ചിട്ട് എങ്ങനെയാണ് UPSC സ്റ്റാറ്റിക് ടോപ്പിക് ആയിട്ട് ലിങ്ക് ചെയ്യാം, അതിന് എങ്ങനെ പ്രാക്ടിക്കൽ ഇൻഫർമേഷൻ എന്നുള്ള കാര്യമാണ് ഈ ഒരു സെഷനിൽ കൂടി അല്ലെങ്കിൽ ഈ ഒരു ഇനിഷ്യേറ്റീവ് കൂടി ഇവർ മുന്നോട്ട് വയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആ പ്രോഗ്രാമിന്റെ ആ കോഴ്സിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ രാഹുൽ ജസ്റ്റ് ബ്രീഫ് ചെയ്യും. നമുക്ക് ഈ സെഷൻ പെട്ടെന്ന് അതിന്റെ ചെയ്യണം. ഒത്തിരി ടൈം എടുക്കാണ്ട് രാഹുൽ നിങ്ങൾ ഒത്തിരി ടൈം പറയാണ്ട് രാഹുൽ അത് ബ്രീഫ് ചെയ്തിട്ട് ബാക്കിയുള്ള ഡൗട്ടുകൾ നമുക്ക് അതിന് ടേക്ക് ഓവർ ചെയ്യാം. നമ്മുടെ വരണം സഫാൻ എല്ലാവരും കൂടെ ആൻസർ ടേക്ക് ഓവർ ചെയ്യും. ഓക്കെ രാഹുൽ, ഓവർ ടു യു. അപ്പൊ എല്ലാവരും ഏതെങ്കിലും 1 or the other ടെസ്റ്റ് സീരീസ് എൻറോൾ ആയിരിക്കും. ഇപ്പൊ എല്ലാ സൺഡേസും ടെസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ സമയം കളയുന്നില്ല, നമുക്ക് പെട്ടെന്ന് ഇതിലേക്ക് പോവാം. ഞാൻ പറഞ്ഞു ആദ്യം ഫിനിഷ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഓൾറെഡി അരവിന്ദ് പറഞ്ഞു. നമുക്ക് ജസ്റ്റ് ഒരു മിനിറ്റ്. ഓൾറെഡി അരവിന്ദ് പറഞ്ഞു ഓൾമോസ്റ്റ് 60 മാർക്സിന്റെ വെയിറ്റേജോളം കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഓൾമോസ്റ്റ് എല്ലാ വർഷവും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ 60 മാർക്ക് കിട്ടുക എന്നുള്ളത് നമ്മൾ ഈ കറണ്ട് അഫയേഴ്സ് ഒരു മാഗസിൻ പഠിച്ചുകൊണ്ട് മാത്രം കിട്ടും, അല്ലെങ്കിൽ ഒരു ഹിന്ദു മൊത്തം കവർ ചെയ്യുന്നത് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, അതിനുള്ള കാരണം ഈ കറണ്ട് അഫയേഴ്സ് സ്റ്റാറ്റിക് എന്നുള്ള 2 സെപ്പറേഷനിലാണ് പലരും ഇത് പഠിക്കുന്നത്. ആ ഒരു അപ്രോച്ചിനോട് എനിക്ക് തീരെ യോജിപ്പില്ലാത്ത ഇതാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് സം കറണ്ട് അഫയേഴ്സ് ടോപ്പിക് എന്ന് പറഞ്ഞിട്ടായിരിക്കും മിക്കവാറും കറണ്ട് അഫയേഴ്സ് ഡയറക്ട് ക്വസ്റ്റ്യൻസ് വരിക. പക്ഷെ അതിൽ 1 or 3 സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് മിക്കവാറും ഒരു സ്റ്റാറ്റിക് ഇൻഫർമേഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അൺലെസ് യു ഇന്റർലിങ്ക് ദ ടോപ്പിക്, ഓക്കെ, അല്ലെങ്കിൽ ഇന്റർഗ്രേറ്റഡ് അപ്രോച്ച് എടുക്കാതെ നമുക്ക് അത് സോൾവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ കറണ്ട് അഫയേഴ്സ് ഗ്രിഡിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന മെയിൻ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റർലിങ്കേജസ് ആണ്. ഇപ്പൊ ഒരു കറണ്ട് അഫയർ ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ചുമ്മാ പറഞ്ഞു പോവാതെ അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന വെച്ചാൽ ഇത്തരം ഒരു അപ്രോച്ച് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിലൂടെ മാത്രം നിങ്ങളുടെ സ്റ്റാറ്റിക്കിന്റെ ഒരു വലിയ പോർഷൻ കവർ ചെയ്യാൻ പറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ സ്റ്റഡിങ് സംതിങ് റിലേറ്റഡ് ടു പൊല്യൂട്ടൻസ്, യു ഡെഫിനറ്റ്ലി നീഡ് ടു കണക്ട് ദാറ്റ് വിത്ത് ബയോ ഓഗ്മെന്റേഷൻ ഓർ ബയോ അക്യുമുലേഷൻ. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കണം എന്താണ് ബയോ ഓഗ്മെന്റേഷൻ ഇത് തമ്മിൽ ഡിഫറൻസുകൾ എന്താണ്. ആ ഒരു അപ്രോച്ച് നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് ഉദ്ദേശിച്ചത്. പിന്നെ ഈ ഒരു കോഴ്സിൽ നമ്മൾ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള എല്ലാ സോഴ്സും കവർ ചെയ്യുന്നത് ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, PIB, ഡൗൺ ടു എർത്ത്. ഓക്കെ, അപ്പൊ അതിലുള്ള ഇത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങളിരുന്ന് ഇതെല്ലാം ഇരുന്ന് നോക്കി വായിച്ച്. ഓക്കെ, ഡെഫിനറ്റ്ലി നമ്മൾ വായിക്കും, പക്ഷെ ഇത് അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഒരു ടോപ്പിക് എടുത്ത് അത് കോംപ്രിഹെൻസീവ് ആയിട്ട് റിസർച്ച് ചെയ്യും. ഓക്കെ, അപ്പൊ അതിനകത്ത് ആ ഒരു ടോപ്പിക് എവിടെയൊക്കെ വന്നിട്ടുണ്ട്, PIB മെൻഷൻ ചെയ്തിട്ടുണ്ടോ, ഇന്ത്യൻ എക്സ്പ്രസ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ, ആ ഒരു അപ്രോച്ചാണ് നമ്മൾ എടുക്കുന്നത്. അല്ലാതെ കവർ ടു കവർ നമ്മൾ എല്ലാം വായിച്ച് ഓക്കെ അതല്ല അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മളിപ്പോ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്യും, അത് കോംപ്രിഹെൻസീവ് ആയിട്ട് ഏതിലൊക്കെ വന്നിട്ടുണ്ട് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ എത്തുന്നത്. പിന്നെ നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ചെയ്യുന്നത് MCQ സോൾവിംഗ് ടെക്നിക്സ്. ഇത് സ്ട്രാറ്റജി സെഷൻസ് ചൂടൊപ്പം പോലെ വിറ്റ് പോകുന്നൊരു പരിപാടിയാണ്.
അപ്പൊ എനിക്കിങ്ങനെ ഭയങ്കര സ്ട്രാറ്റജി സെഷൻസിലൊന്നും അധികം വിശ്വാസമില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും MCQ സോൾവിംഗ് ടെക്നിക്സിലൂടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അത് നിങ്ങളെ എക്സാം ഹാളിലിരുന്ന് മാത്രം അല്ലെങ്കിൽ നിങ്ങളെ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടല്ല അതിന് ഉദ്ദേശം. അത് നമ്മളിങ്ങനെ പഠിക്കുന്നതനുസരിച്ചിരിക്കും. ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ എപ്പോഴും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു മന്തിൽ ഇപ്പൊ ഏതൊരു മാഗസിൻ എടുക്കുകയാണെങ്കിൽ ഒരു 130-140 പേജസ് ഉണ്ടാവും. ഈ 140 പേജസ് 140 into 12 ഓക്കെ. അപ്പൊ അത്രയും പേജസ് പഠിച്ച് അത് മെമ്മറൈസ് ചെയ്യാന്നുള്ളതല്ല അതിന്റെ കാര്യം. അപ്പൊ അതിനകത്ത് 140 പേജസ് നിങ്ങളൊന്ന് ഷോർട്ട് ആയി കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ 12-15 പേജസേ ഉള്ളൂ. അപ്പൊ എന്താണ് യൂസ്ഫുൾ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ യൂസ്ഫുൾ ഇൻഫർമേഷൻ ആർ ദോസ് ഇൻഫർമേഷൻ ഫ്രം വേർ UPSC ക്യാൻ ഫ്രെയിം ദ ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ തീരെ മൈൻഡ്ലെസ് ആയിട്ട് അത് വായിച്ചു പോകും ഈ 140 പേജസിൽ. പക്ഷെ നിങ്ങൾ വായിച്ചൊരു സെന്റൻസ് എടുത്തിട്ട് UPSC ഡെഫിനറ്റ്ലി ഗോയിങ് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ ഫ്രം ദാറ്റ്. മോസ്റ്റ് ടൈംസ് ദ ആൻസർ ഇസ് നോ. ഓക്കെ. UPSC പല ഇതിനകത്തൊന്നും എന്നെ ചോദിക്കത്തില്ല. നമുക്കൊരു വലിയ പല ടോപ്പിക്സിൽ നിന്നും ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു വേർഡ് മാത്രമായിരിക്കും അതിന് എടുക്കേണ്ടത്. ഓക്കെ. അപ്പൊ ആ ഫിൽട്ടർ ചെയ്ത് എടുക്കണം. അപ്പൊ നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ MCQ അവിടെ ആ ഒരു പർട്ടിക്കുലർ ന്യൂസിൽ നിന്ന് അല്ലെങ്കിൽ പർട്ടിക്കുലർ ആർട്ടിക്കിളിൽ നിന്ന് എന്ത് തരം MCQ ആയിരിക്കും UPSC ഫ്രെയിം ചെയ്യാം. ഓക്കെ. അത് നമുക്ക് കോൺസ്റ്റന്റ്ലി നമ്മളൊരു 2-3 പ്രാവശ്യം നമുക്കൊരു ആർട്ടിക്കിൾ ഇങ്ങനെ പറഞ്ഞു തന്നാൽ നിങ്ങൾ തന്നെ അതിനകത്ത് എക്വിപ്ഡ് ആവും. ഓക്കെ. പിന്നെ നിങ്ങൾ ഇവൻ സ്റ്റാറ്റിക് ആണെങ്കിലും എന്ത് പഠിക്കുകയാണെങ്കിലും ഇത് ശരിക്കും ഇങ്ങനെ ഇത്രയും ടൈം എടുത്ത് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിപ്പോ എന്താണ് UPSC ചോദിക്കുക? ആ ചോദ്യം നമ്മൾ തന്നെ എപ്പോഴും ഓരോ ഫിലിംസിന് ഓരോ ടോപ്പിക് പഠിക്കുമ്പോൾ നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ. എന്നിട്ട് മനസ്സിൽ നിങ്ങൾ തന്നെ ഓരോ ഓരോ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് നോക്കാം. ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പൊ നമുക്ക് കൺഫ്യൂസിങ് ആവുന്ന പല ടോപ്പിക്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞ ബയോ ഓഗ്മെന്റേഷൻ, ബയോ മാഗ്നിഫിക്കേഷൻ, അതുപോലെ തന്നെ പൊളിറ്റിയിൽ എടുക്കുകയാണെങ്കിൽ 5th ഷെഡ്യൂൾ, 6th ഷെഡ്യൂൾ, പിന്നെ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് നാഷണൽ പാർക്ക് എന്ന് കൊടുത്തിട്ട് അവർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒരു സ്റ്റേറ്റ്മെന്റ് തരും. ഓക്കെ. അപ്പൊ ഇതൊക്കെ നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കേണ്ട സാധനങ്ങൾ. ഞാൻ ഈ MCQ സോൾവിംഗ് ടെക്നിക്സ് ഉദ്ദേശം അങ്ങനെയാണ്. അവരിങ്ങനെ ഒരു സാധനം തന്നിട്ട് മറ്റേ സാധനത്തിന്റെ ഓപ്ഷൻ ഇട്ട് തെറ്റിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ നിങ്ങൾക്ക് തന്നെ അറിയുന്നതായിരിക്കും. പക്ഷെ വേറൊരാൾ പറഞ്ഞു തരുമ്പോൾ കുറച്ചുകൂടെ സോളിഡിഫൈ ആവും. ഓക്കെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ സെഷൻസിലൂടെ ടാക്കിൾ ചെയ്യാം. പിന്നെ മാപ്പ് സെഷൻസ് ഓരോ വർഷം തോറും അതിന്റെ വെയിറ്റേജ് കൂടി വരികയാണ്. അപ്പൊ മാപ്പ് പല ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാപ്പാണെന്ന് ചിലപ്പോൾ നിങ്ങൾ അറിയുന്ന പോലെ ഉണ്ടാവില്ല. പക്ഷെ അത് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള മാപ്പ് ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന പല ക്വസ്റ്റ്യൻസും UPSC ഇപ്പൊ തരുന്നുണ്ട്. ഓക്കെ. അത് ഇന്ത്യൻ മാപ്പ് മാത്രമല്ല, വേൾഡ് മാപ്പ്. ഓക്കെ. അതുപോലെ തന്നെ PVQ അനാലിസിസ്. ഇപ്പൊ പലരും ഇപ്പൊ അരവിന്ദിന്റെ ഒക്കെ ഓൾറെഡി അരവിന്ദിന്റെ പല സെഷൻസിലും PVQ വെച്ച് മാത്രം അരവിന്ദ് ഒരു എന്താ പറയുന്ന ഒരു 10 to 15 ക്വസ്റ്റ്യൻസ് നെക്സ്റ്റിലേക്ക് പ്രൊജക്ട് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പൊ അതുപോലെ വരാറുണ്ട്. അപ്പൊ അത്തരം സെഷൻസ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആക്ച്വലി PVQ ഇത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായത്. അപ്പൊ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഈ ഒരു സെഷന്റെ പാർട്ടായിട്ടുള്ള ഒരു ഏറ്റവും വലിയ PVQ അനാലിസിസ്. അതിന് എന്തുതരം ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അത് ഈ ഒരു കറണ്ട് അഫയേഴ്സ് വെച്ചിട്ട് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കും. ഓക്കെ. അഗൈൻ ഞാൻ ഇനി വീണ്ടും അധികം സംസാരിച്ച സമയം കളയുന്നില്ല. നമുക്ക് ഈ ഒരു ഓഡിബിൾ ആണോ? നെറ്റ് ഓക്കെ ആണല്ലോ? ഞാൻ ജസ്റ്റ് ആഡ് ഓൺ ചെയ്യാനായിട്ട് ഇത് രാവിലെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാനിപ്പോ ഞാൻ ടീച്ചിങ് ഫീൽഡ് വിട്ടിട്ട് 2 വർഷമായി. 2 വർഷം ഇൻ ദ സെൻസ് ഒരു ഏതാണ്ടോ 2 വർഷത്തോളമായി. അപ്പൊ എനിക്ക് ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചോദിക്കുന്നതാണ്, നമ്മൾ 2023 എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇതിനകത്ത് ഇരിക്കുന്ന പല ആൾക്കാരും നമ്മൾ സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്ക് ക്യാൻ യു ജെന്യുവൻലി സേ നമ്മള് ഒരു നമ്മുടെ സെഷൻസ് എന്റെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പറയുന്ന വലിയൊരു ടീമിന്റെ ഒരു വർക്കുണ്ട്. നമ്മള് കഴിഞ്ഞൊരു 2 വർഷം മുമ്പ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് സീരീസ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടെസ്റ്റ് സീരീസ് കണ്ടക്ട് ചെയ്ത ടീമിനകത്ത് ആൾക്കാരാണ് നമ്മൾ ഈ ഇരിക്കുന്ന 5 പേര് ആ ടീമിനകത്ത് ഉണ്ടായിരുന്ന ആൾക്കാരാണ്. എങ്ങനെയാണോ നിങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ കഴിയും. നമ്മളൊരു വളരെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടൊരു വളരെ UPSCയുടെ പാറ്റേൺ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ടെസ്റ്റ് സീരീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് 1 is correct, സ്റ്റേറ്റ്മെന്റ് 2 is wrong, സ്റ്റേറ്റ്മെന്റ് 1 and 2 correct, 1 is wrong, സ്റ്റേറ്റ് 2 is correct. ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത ആൾക്കാർക്ക് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ, പ്ലസ് ആ PVQ സെഷൻസ് അറ്റൻഡ് ചെയ്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2024 എക്സാമിനകത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാർ ഇതിനകത്തുണ്ടാവും. സോ നിങ്ങൾക്ക് അത് റിപ്ലൈ ചെയ്യാൻ പറ്റുമോ? ലൈക്ക് എത്ര പേർക്ക് ആ 2024 നിങ്ങൾ എക്സാം പാസ്സായിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. ബട്ട് സ്റ്റിൽ 2024 നിങ്ങൾ എഴുതിയ ഫിലിംസ് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയി നമ്മൾ എടുത്തിട്ടുള്ള ടെസ്റ്റ് സീരീസും ആ PVQ സെഷൻസും അറ്റൻഡ് ചെയ്ത കുറെ ആൾക്കാർ ഇതിനകത്തുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഞാൻ ആ 2024 ഞാൻ 0 ഇൻവോൾവ്മെന്റ് ആയിരുന്നു, ഫിലിംസിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ഈ ഒരു സെഷൻ, ഈ ഇൻട്രോ സെഷൻ എടുക്കാനായിട്ട് ഞാൻ ആ ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് പാസ് ചെയ്ത് പോയപ്പോഴത്തേക്ക് നമ്മൾ 2022 ചെയ്ത പ്രോസസ്സിന് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അല്ലേ രാഹുൽ ആൻഡ് സുരേഷ്? ക്വസ്റ്റ്യൻസും ഓപ്ഷൻസ് ഒക്കെ ഏതാണ്ട് അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലേ?
സോ ഇതിനകത്തിരിക്കുന്ന പാർട്ടിസിപ്പൻസിനകത്ത് അത് അക്നോളജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ആ ചെയ്ത പ്രോസസ് എത്രത്തോളം കറക്റ്റ് ആയിരുന്നോ, റൂട്ട് ശരിയായിരുന്നു എന്നുള്ളത്. ഇപ്പോഴും സ്റ്റിൽ ഞാൻ ഈ ഫീൽഡ് വിട്ടിട്ടും എന്നോട് ചോദിക്കുന്നത് ആൾക്കാര് ലൈക്ക് ആ സെയിം സെഷൻസ് എടുക്കാവോ, അല്ലെങ്കിൽ അതേപോലെ എടുക്കാവുന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു സെഷന്റെ എന്റെ ഇതിനകത്തുള്ള ഈ ഒരു അഫേഴ്സ് ബിസിനകത്ത് എന്റെ ഇൻവോൾവ്മെന്റ് അത് തന്നെയായിരിക്കും. എനിക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ മുമ്പ് ചെയ്ത കാര്യങ്ങൾ എന്താണോ അത് സെഷൻസ് എടുക്കാനായിട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്യാവശ്യം ഇപ്പൊ ഒരു നീഷ ഏരിയയിലാണ് നിൽക്കുന്നത്, എൻവയോൺമെന്റ് എന്ന് പറയുന്ന നീഷ ഏരിയയിലാണ് നിൽക്കുന്നത് കൊണ്ട് എനിക്ക് എൻവയോൺമെന്റിന് ബന്ധപ്പെട്ട ആക്ട്സ് ആയാലും ലോസ് ആയാലും റൂൾസ് ആയാലും ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞൊക്കെ എക്സാമിനൊക്കെ വൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഒക്കെ ഒത്തിരി ഡീറ്റെയിൽസിലേക്ക് പോയി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള സെഷൻസ് കൂടി ഞാൻ എടുത്തു തരാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു ജനറൽ പെർസ്പെക്റ്റീവ് എന്നതിലുപരി കുറച്ചുകൂടി ലീഗൽ പെർസ്പെക്റ്റീവിലേക്ക് കുറച്ചുകൂടി സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് എക്സ്പെർട്ടീസ് പറഞ്ഞുകൊണ്ടുള്ള സെഷൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അത് പ്രൊവൈഡ് നമ്മുടെ അവൈലബിലിറ്റി പോലെ നമ്മൾ മാക്സിമം സെഷൻസ് നമ്മൾ എടുക്കുന്ന രീതിയിലേക്കാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇനി നമുക്കൊരു ചെറിയ Q&A സെഷൻ പോലെ കണ്ടക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ കോഴ്സുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഒക്കെ ഡയറക്റ്റ് ചോദിക്കാം. കാരണം ഈ ഒരു ഇനോഗ്രൽ സെഷനിൽ നിങ്ങൾ ചോദിച്ചോ മാക്സിമം. സൂരജും വരണ യാത്രയിലാണെന്ന് പറഞ്ഞു. സൂരജ് ഓൾസോ ക്യാൻ ജോയിൻ ദിസ്. ഓക്കെ. പ്ലസ് ഇതിന്റെ കൂട്ടത്തിൽ നമ്മളിപ്പോ ഈ ഒരു അഫയേഴ്സ് ഗ്രിഡിന്റെ കാര്യത്തിൽ സീസാറ്റ് ഗ്രിഡിന്റെ കാര്യം പറയാത്തതാണ്. കാരണം ഓൾറെഡി നമ്മളത് പറഞ്ഞിട്ടുണ്ട്. സീസാറ്റ് ഗ്രിഡ് പ്രത്യേകം പോകുന്നൊരു പ്രോഗ്രാമാണ് സീസാറ്റിന് വേണ്ടിയിട്ട്. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ കറണ്ട് അഫയേഴ്സായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ടേക്ക് ഓവർ ചെയ്യുന്നത്. വൺസ് അഗൈൻ നമുക്ക് ഇതിന്റെ ടെലിഗ്രാമിന്റെ ലിങ്ക് ഇതിനകത്ത് ചാറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് കയറി കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്ലാസിന്റെ ഷെഡ്യൂൾസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഞാൻ ഈ ചാനലിലേക്ക് ഞാൻ ഇപ്പൊ എടുത്തിട്ടുള്ള ഈ മെറ്റീരിയൽ ഞാനിപ്പോ ഈ സെഷൻ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്ത PPT പ്ലസ് കറണ്ട് അഫയേഴ്സ് കോഴ്സിന്റെ ലിങ്ക് ഉൾപ്പെടുന്ന ഒരു വേർഡ് ഫയൽ ഉണ്ട്. അതും കൂടി ഞാൻ ഷെയർ ചെയ്തേക്കാം, ആ ചാനലിലേക്ക് ഷെയർ ചെയ്തേക്കാം. ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് സന്തോഷമാവും. നമ്മൾ പറയുന്നതിൽ കാര്യമുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായി തോന്നും. എത്ര ബേസിക് ഡൗട്ടോ ആയിക്കോട്ടെ നിങ്ങൾ ചോദിച്ചോ. നിങ്ങളുടെ വറീസ് എന്താണ്, നിങ്ങളുടെ കൺസേൺ എന്താണ് ഈ ഒരു പ്രോഗ്രാമായിട്ട് ബേസ് ചെയ്തിട്ട്. ഇല്ലേ? ആർക്കും ഡൗട്ടൊന്നും ഇല്ലേ? അരവിന്ദന്റെ സെഷൻ ഭയങ്കര തറവായിരുന്നു. അതിന് ഡൗട്ട് പോലും ഇല്ല എന്നുള്ള സെഷനാണ്. അതായിരിക്കും ടച്ച് പോയി കൊറോണ കാലത്തേക്ക് ശേഷം പഠിപ്പിക്കാനുള്ള സെഷൻ ഇരിക്കുന്നത്. മേ ബി അല്ല റീഡിംഗ് റൂമിലിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും. അറിയുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, നല്ല ചോദ്യം. രാഹുലെ തന്നെ ഉത്തരം പറഞ്ഞു. How are we going to current affairs? Basically class or PDF അതായത് ബേസിക് ചോദ്യം ഇത്രേ ഉള്ളൂ. ഷാക്കിന് ഉദ്ദേശം ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ ക്ലാസ്സിൽ കയറി ഇരിക്കും, അതിന്റെ PDF കിട്ടുമെന്നുള്ളതാണ് ചോദ്യം. മെറ്റീരിയൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും, അത് വായിച്ചാൽ മതി എന്നുള്ളതാണ്. അല്ല, നമ്മുടെ ക്ലാസ്സസ് ഉണ്ടാവും. ക്ലാസ്സിൽ നമ്മൾക്ക് ക്ലാസ് എടുക്കാൻ ഉപയോഗിക്കുന്ന ബേസിക് PDF ഉണ്ടാവും, അത് ഷെയർ ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു മെറ്റീരിയൽ വായിക്കാനാണെങ്കിൽ ഇതിനേക്കാൾ നല്ല പടമൊക്കെ വെച്ചിട്ടുള്ള നല്ല മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പക്ഷെ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമിന്റെ പർപ്പസിനെ ഡിഫീറ്റ് ആവുന്നുള്ളതാണ്. കാരണം PDF തന്നെ പഠിപ്പിക്കാനാണെങ്കിൽ നമുക്ക് ഈ സെഷൻ ആവശ്യമില്ല. നമ്മളെക്കാൾ നല്ല രീതിയിൽ PDF ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, PDF ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യും. ക്ലാസ് എടുക്കുന്ന PDF ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യും. ഇവൻ റെക്കോർഡഡ് വീഡിയോസും തരും. പക്ഷെ ഈവൻ ഞങ്ങൾ അതുപോലും പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, കാരണം ലൈവായിട്ട് ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിന് നിങ്ങൾക്ക് ഈ പൈസ കൊടുത്ത് നിങ്ങളെ ജോലി ചെയ്യാൻ ആവശ്യമില്ല. ഈ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കുറെ സെഷൻസും ബാക്കിയുള്ള കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ ലൈവായിട്ട് അതിൽ കയറണം എന്നുള്ളത് ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ്. കറണ്ട് അഫയേഴ്സിന് അതർ സോഴ്സസ് നോക്കണമെന്ന് വെച്ചാൽ ഈ നമുക്കൊരു 100% ഗ്യാരണ്ടി തരിക എന്ന് പറയുന്നത് ബേസിക്കലി അത് നമുക്ക് പറ്റില്ലല്ലോ. ഇപ്പൊ ഇതിനകത്ത് നമ്മളിപ്പോ ഈ ഗ്രൂപ്പിൽ തന്നെ പരീക്ഷ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ പ്രിപ്പയർ ചെയ്യുന്ന സാധനം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്, അതിൽ ഞങ്ങൾക്കുള്ള കോൺഫിഡൻസ് എത്രയാണോ അത്രയും നിങ്ങൾക്കും ഉണ്ടാവണം. അതിന് മേലിലേക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്ക് ആ സമയത്ത് മാനേജ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. Classes subject wise ആയിരിക്കും. Okay, classes will be grouped into environment, geography, math sessions, polity, economics. അങ്ങനെ
സബ്ജക്ട് വൈസ് ആയിരിക്കും, മന്ത് വൈസ് ആയിരിക്കത്തില്ല. ഓക്കെ, മന്ത് വൈസിൽ പോകുന്നതിൽ അഗൈൻ അതിലൊരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട് മന്ത് വൈസ് പോകുന്നതിൽ ഒരു അർത്ഥമില്ല. ഓക്കെ, സോ ഡെഫിനറ്റ്ലി സബ്ജക്ട് വൈസ് ആയിരിക്കും. പിന്നെ ഒരു പോയിന്റ് ഞങ്ങൾ പറയാൻ വിട്ടുപോയത്, ഇതിന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ടെസ്റ്റ് സീരീസും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ടെസ്റ്റ് സീരീസ് കണ്ടക്ട് ചെയ്യുന്ന സെൻസ് ഒരു ഫുൾ ലെങ്ത് ടെസ്റ്റ് സീരീസ് പോലെ ഞങ്ങൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ എത്ര ടെസ്റ്റ് ഉണ്ടാവും എന്നുള്ളതൊന്നുമില്ല. ലൈക്ക് ബട്ട് ക്വാളിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് അഷ്യൂർ ചെയ്തുകൊണ്ട് കറണ്ട് അഫയേഴ്സിന് ചോദിക്കാൻ പറ്റുന്ന സാധ്യതകൾ. അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഏതെങ്കിലും ഒരു സബ്ജക്ട് തീരുമ്പോഴത്തേക്ക് ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റ് നടത്തുക എന്നൊരു ഉദ്ദേശത്തില് അത് ഈ അപ്കമിങ് പാറ്റേണുമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന രീതിയിൽ ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ ടെസ്റ്റ് സീരീസ് നടത്തുക എന്നൊരു ഉദ്ദേശം കൂടി നമുക്ക് ഇതിനകത്തുണ്ട്. ക്ലാസിന്റെ ടൈമിങ്സ് ചോദിക്കുന്നുണ്ട്. ക്ലാസിന്റെ ടൈമിങ്സ് വീക്ക്ലി 3 സെഷൻസ് ആയിരിക്കും ജനറലി ഉണ്ടാവുക. ഓക്കെ, ഓഫ് 60 to 75 മിനിറ്റ്സ്. അപ്പൊ അതിന്റെ എല്ലാ സൺഡേസും നമ്മൾ അതിന്റെ ഷെഡ്യൂൾഡ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. ഓക്കെ, നോർമലി സെഷൻസ് ഈവനിങ് ഒരു 7 to 9 ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു 1 hour ഗ്യാപ്പിലായിരിക്കും. ഓക്കെ, ആഴ്ചയിൽ 3 ദിവസം ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചില സ്പെഷ്യൽ സെഷൻസ് ഇപ്പൊ അരവിന്ദൊക്കെ ഡെയിലി സെഷൻസ് എടുക്കുന്നില്ല. അപ്പൊ അരവിന്ദൊക്കെ ഒഴിവുള്ള എപ്പോഴെങ്കിലും സ്പെഷ്യൽ സെഷൻസ്, മാപ്പ് സെഷൻസ് അല്ലെങ്കിൽ PVK സെഷൻസ് ഒക്കെ